തൃശൂർ അയ്യന്തോളിലെ ഫ്ളാറ്റിൽ വെച്ച് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ മുൻ കെപിസിസി സെക്രട്ടറി എം.ആർ. രാംദാസിനെതിരെ കൊലക്കുറ്റം ചുമത്തും. കേസിലെ മുഖ്യപ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് റഷീദും കാമുകിയും ചേർന്ന് യുവാവിനെ രാംദാസിന്റെ സാന്നിധ്യത്തിൽ ക്രൂരമായി മർദ്ദിച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. നിരവധി കേസുകളിൽ പ്രതിയായ രാംദാസിനെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളും തുടങ്ങി. റഷീദിന്റെ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായിരുന്ന ഷൊർണൂർ സ്വദേശി സതീശനാണ് കൊല്ലപ്പെട്ടത്. മുഖ്യപ്രതിയും യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റുമായിരുന്ന റഷീദിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അതിക്രൂരമായ മർദ്ദനമേറ്റാണ് സതീഷ് മരിച്ചതെന്ന് വ്യക്തമായത്. സംഭവത്തിൽ റഷീദിന്റെ അടുത്ത സുഹൃത്ത് കൃഷ്ണപ്രസാദ്, കാമുകി ശാശ്വതി എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ശാശ്വതിയും റഷീദും തമ്മിലുള്ള അവിഹിത ബന്ധവും റഷീദിന്റെ മാഫിയ ബന്ധങ്ങളും സതീഷ് മറ്റു സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണമായത്. 2 ദിവസം വെള്ളവും ഭക്ഷണവും നൽകാതെ കക്കൂസിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചെന്നും വെള്ളം ചോദിച്ചപ്പോൾ മൂത്രം കുടിപ്പിച്ചെന്നും റഷീദ് പോലീസിന് മൊഴി നൽകി. കോൺഗ്രസ് നേതാവ് രാംദാസിന്റെ സാന്നിധ്യത്തിലും സതീഷിനെ മർദ്ദിച്ചിരുന്നതായി തെളിവ് ലഭിച്ചു. രാംദാസ് പ്രതിയാകുന്നത് രാംദാസ് ഒന്നാമത് ഈ സംഭവം അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. കേസിനെ തന്നെ മറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, കേസിനെ തന്നെ മാറ്റിമറിക്കുന്നു, വേറെ പ്രതിയെ കൊണ്ടാക്കുന്നു. ഇവരോട് നിങ്ങൾ പോക്കോളം പറയുന്നു, പിന്നെ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതിനകത്ത് വരത്തില്ല എന്ന് പറയുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, അതിനുവേണ്ടി ശ്രമിക്കുന്നു, അതിന്റെ കാര്യങ്ങൾ പോലീസിനെ വഴിതെറ്റിക്കുന്നു. ഇതെല്ലാം ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. പ്രതികളെ സഹായിച്ചു, തെളിവ് നശിപ്പിച്ചു എന്നീ വകുപ്പുകളാണ് നിലവിൽ രാംദാസിനെതിരെ ചുമത്തിയിട്ടുള്ളത്. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊലക്കുറ്റം ചുമത്തി 4ാം പ്രതിയാക്കുവാനാണ് സാധ്യത. മീഡിയ 1 തൃശൂർ.